നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്ക തിരിച്ചയച്ച ഇന്ത്യക്കാരിൽ ആദ്യ സംഘത്തെ എത്തിക്കുന്നത് അമൃത്സറിലാണ്. ഇന്ന് രാവിലെ അമൃത്സർ വിമാനത്താവളത്തിലായിരിക്കും വിമാനം ഇറങ്ങുക. US സൈനിക വിമാനത്തിൽ 205 ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. തിരിച്ചയച്ചവരിൽ ഏറെയും പഞ്ചാബിൽ നിന്നും സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് സൂചന. 9 മണിയോടെ വിമാനം അമൃത്സറിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും അമൃത്സറിൽ വിമാനം വന്നിറങ്ങിയതിന്റെ റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല. C-17 വിമാനം യാത്രക്കാരുമായി ടെക്സസ് വിമാനത്താവളത്തിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. 205 യാത്രക്കാർക്ക് ഇരിക്കാവുന്ന വിമാനത്തിൽ ഒരു ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ പേര് പഞ്ചാബികളായതിനാൽ അമൃത്സറിലായിരിക്കും ഇന്ന് വിമാനം ഇറങ്ങുന്നത്. ഇവർ ഇന്ത്യക്കാരാണെന്ന് സ്ഥിരീകരിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമേ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വിടുകയുള്ളൂ. ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് മുൻപ് ജർമ്മനിയിലെ റാംസ്റ്റെയിനിൽ വിമാനം ഇന്ധനം നിറയ്ക്കാൻ ഇറക്കിയിരുന്നു. വിമാനത്താവളത്തിൽ വൻ സുരക്ഷാ നടപടികളാണ് പഞ്ചാബ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ ഇന്ത്യൻ പൗരനെയും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് തിരിച്ചയച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമൃത്സറിലെത്തുന്ന വിമാനത്തിലെ യാത്രക്കാർ ഇന്ത്യയിൽ നിന്നുള്ളവർ തന്നെയാണോ ഇവരെന്ന് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. ഇന്ത്യക്കാരടക്കം 5000-ഓളം അനധികൃത കുടിയേറ്റക്കാരെയാണ് ആദ്യഘട്ടത്തിൽ അമേരിക്ക തിരിച്ചയക്കുന്നത്. ഇന്ത്യക്ക് പുറമെ ഗോട്ടിമാല, പെറു, ഹോണ്ടുറാസ് എന്നിവിടങ്ങളിലേക്കാണ് ആളുകളെ അമേരിക്ക കയറ്റി അയച്ചത്. US-ൽ 8000-ഓളം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. US ഉൾപ്പെടെ വിദേശത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ തിരിച്ചുവരവിന് വാതിൽ തുറന്നിട്ടുണ്ടെന്നാണ് US നടപടിയോട് വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ പ്രതികരിച്ചത്. ഇവരുടെ വരവ് ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. രേഖകളില്ലാത്തതിനാൽ പിടിയിലായ ഇവരെ ടെക്സാസിലെ എൽ പാസോയിലും കാലിഫോർണിയയിലെ സാൻ ഡീഗോയിലും തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. 2023 ഒക്ടോബറിലും 2014 സെപ്റ്റംബറിനും ഇടയിൽ 1100-ലധികം അനധികൃത ഇന്ത്യക്കാരെ നാടുകടത്തിയെന്നാണ് US പറയുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ 100 ഇന്ത്യക്കാരുമായി ചാർട്ടർ വിമാനം എത്തിയിരുന്നു. US-ൽ രേഖകളില്ലാത്ത തങ്ങുന്ന എല്ലാ ഇന്ത്യക്കാരെയും പൗരത്വം സ്ഥിരീകരിച്ച ശേഷം തിരിച്ചു കൊണ്ടുവരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യക്കാരായ 18,000-ഓളം അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്നാണ് US ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ കണക്കുകൾ. യഥാർത്ഥത്തിൽ ഇതിലുമേറെ ആളുകൾ ഉണ്ടാവുമെന്നാണ് സൂചന. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് അതേസമയം പുറപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ്. ഫെബ്രുവരി 12, 13 തീയതികളിലാണ് മോദിയുടെ US സന്ദർശനം. ട്രംപ് ഭരണകൂടവുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയും ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കുകയുമാണ് ലക്ഷ്യം. വ്യാപാരം, പ്രതിരോധ സഹകരണം, ഇന്തോ പസഫിക് മേഖല, സുരക്ഷ എന്നിവയിൽ ചർച്ചകൾ നടക്കുമെന്നാണ് സൂചന. US-ൽ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരിച്ചയച്ചു തുടങ്ങിയ പശ്ചാത്തലത്തിൽ സന്ദർശനത്തിന് പ്രാധാന്യമുണ്ട്. ഫെബ്രുവരി 10, 11 തീയതികളിൽ ഫ്രാൻസിലെ ഗ്രാൻഡ് പാലസിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി പങ്കെടുത്ത ശേഷമാകും മോദി US-ലേക്ക് പോകുക. ഫ്രഞ്ച് സർക്കാർ ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിയിൽ AI-യുമായി ബന്ധപ്പെട്ട പുരോഗതിയും നിയന്ത്രണങ്ങളും ചർച്ച ചെയ്യും.